സത്യതയാ നോക്കി നമ്മളൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഓണം ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. 3 ആക്കണ്ടല്ലയാ, ഒരു 4 ഭാഗം കൂടുമ്പോ അല്ല, അത് ഞാൻ എന്റെ മനസ്സിന്റെ ഇതുപോലെ ഒരു കൂടുതൽ വേണേ. നോക്കി എന്റെ മനസ്സിന്റെ സമാധാനം. ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ കയറി വരുന്ന സമയത്ത് മൂത്താളിയാൻ സൂതാളിയാൻ സത്യാളിയാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഉണ്ണിയാളിനെ ഞാൻ കല്യാണത്തിന് നിശ്ചയത്തിനാ കണ്ടിട്ടുള്ളോ. കാസർഗോഡും കണ്ണൂരും അലച്ചില്ലാണല്ലോ. നല്ലപ്പം കാലത്ത് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് പെണ്ണ് കെട്ടാൻ പറ്റിയില്ല. പെണ്ണും കെട്ടിയില്ല. ഞങ്ങളുടെ കൂടെ ഇറങ്ങുമ്പോ ഇപ്പൊ പെണ്ണൊക്കെ കെട്ടിച്ചിട്ടുണ്ടാനെ. ഒറ്റത്തടിയായിട്ട് നിൽക്കല്ലേ. നോക്കി അതിപ്പോ അടുത്ത് നോക്കണം. പിന്നെ നോക്കി മൂത്ത ചേച്ചി ശാരദേച്ചിയും ഭാസ്കരേട്ടനെയും 2 ആളിനെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മതിയല്ലോ പ്യാരിതാ എനിക്ക് എന്റെ അഞ്ചനാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഇരിപ്പുണ്ടല്ലോ, ഈ ഓണായിട്ടുള്ള ഈ കൂടലുണ്ടല്ലോ, ഇത് നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കണം 3 മാസം കൂടുമ്പോ. എന്തിനാ ഈ കള്ളുടിക്കണ ഓണത്തിന് കാത്തിക്കണ നിങ്ങള്? ഇങ്ങക്ക് തോന്നുമ്പോ 3 മാസത്തിലോ 4 മാസത്തിലോ കുടിച്ചൂടെ? ലൈസൻസ് കിട്ടില്ലല്ലോ. ലൈസൻസ് കിട്ടില്ലല്ലോ. നമ്മള് അല്ലാത്ത സമയത്ത് കള്ളു കുടിക്കാൻ പെണ്ണുങ്ങള് അനുവാദം തരില്ല. അതിനാണ് ലൈസൻസ് എന്ന് പറഞ്ഞത്. ഓണാവുമ്പോ സന്തോഷമല്ലേ, ഏട്ടന്മാര് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കണ്ണു ചെയ്യുമ്പോ അതിനാണ് ഈ ലൈസൻസ് പറഞ്ഞത്. അത് ഓണത്തിനെ കിട്ടുള്ളൂ. അതെ 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 അതെ. ഇല്ല ഓണം ഇത്തവണേ സുധേന്റെ അനിയനില്ലേ ഉണ്ണി, അവനൊറ്റയ്ക്കല്ലേ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ അങ്ങോട്ട് പോവാ. ശരി, എന്നാലും ഞാൻ വിളിക്കാം. എന്തായാലും സന്തോഷം കേട്ടോ ഇന്ന് വിളിച്ചതില്. സുധേനോട് പറയാം. ശരി ശരി. ഇടാ എത്ര നേരം ഞാൻ നിന്നെ തോന്നുന്നത് അറിയണില്ലേ? ഗെയിം കളിക്കും. ഗെയിം ഇട എണീക്ക് റെഡിയാവുന്നേ. എങ്ങടാ? എടേ ചെറിയച്ഛന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കണ കാര്യമൊക്കെ നീ മറന്നുപോയോ? അതിന് ഓണായ ഇന്നാണ് തിരുവോണം. ഓണായിട്ട് എന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും നിനക്ക്. ഞാൻ എന്തായാലും മാച്ച് തുടങ്ങിയില്ല. ഞാൻ എന്തായാലും കഴിഞ്ഞിട്ടേ വരുള്ളൂ. നീ വന്നേ ഇങ്ങോട്ട് വന്നേ. ഡ്രസ് ഇങ്ങോട്ട് നോക്കിയേ. നോക്കണേ ഇങ്ങോട്ട്. എന്താ ഇത് രണ്ടും ഇട്ടിട്ട് വേണം അങ്ങോട്ട് വരാൻ. മുണ്ടൊന്നും ഞാൻ എടുക്കൂലേ. മുണ്ടൊന്നും എനിക്ക് നിക്കൂല. മുണ്ട് ഉടുക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ഒരു കയറിട്ട് കെട്ടിക്കോ. നീ വരുമോ? നീ ഞാൻ എത്തിക്കോളാം. എല്ലാരും നിന്നെ അവിടെ അന്വേഷിക്കോന്ന്. പിന്നെ പോയി പണിയൊക്കെ പറ. പിന്നെ നീ എവിടെന്ന് ഇന്ന് കഴിക്കണേ? ഓണായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ സ്വിഗ്ഗി ചെയ്തോളാം. എന്തൊരു കഷ്ടം. പോവോ? നീ ഇത് ഇട്ടിട്ടെ ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട്. ഞാൻ കള്ളം പറഞ്ഞാലേ എവിടെയെങ്കിലും ഓണം ആഘോഷിക്കാൻ പോയതാന്ന്. ഒരു നല്ല ഓണായിട്ട് ഇരിക്കണം നോക്ക്. ഈ ഗെയിം ഒന്ന് തീർക്കണം. പോവോ? ദൈവമേ, ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ മിസ്സാവണ്ട നിനക്ക്. എന്തായി പോട്ട് കഴിഞ്ഞാ? എന്തേച്ചി ഇപ്പഴാണോ വരണത്? അതാ ശ്രീകുട്ടനോട് വഴക്കിട്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. എന്നിട്ട് അവനെവിടെ? അവൻ മന്നില്ലാന്ന്. ഓ, ഞങ്ങൾ ഇട്ട് കഴിയാറായി. നോക്കി എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതാരാടി ഡിസൈൻ വരച്ചത്? ഞാനാ വരച്ചത്. ഓ എടി, മന്മഥനും നിന്റെ ചേച്ചിയും വന്നില്ലേ? ചേച്ചി എല്ലാ കൊല്ലം ഉണ്ണാറാവുമ്പോഴല്ലേ എത്തുള്ളൂ. അവർക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുള്ളൂ ചേച്ചി. എടി ഇതിലും പേര് നമ്മള് വന്ന പെണ്ണുങ്ങളാടി. അതെ അതെ, അവള് പണ്ടേ അങ്ങനെ. നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂലല്ലോ. പിള്ളേരോടെടി? ഓ, അവർക്കൊന്നും ഇതിനൊന്നും താല്പര്യമില്ലെന്നേ. എന്റെ ഏതൊരു പടം റിലീസ് ഉണ്ട്, അതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് അതിന് പോയേക്കണേണ്. നല്ല സദ്യയുടെ കാര്യം നോക്കട്ടെ നമുക്ക്. നീ എന്താ പറഞ്ഞിരിക്കണ? നമുക്ക് സദ്യ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുള്ളൂ നിനക്ക് അറിഞ്ഞൂടെ? ഇത് കഴിയുമ്പോഴത്തേന് നമുക്ക് നോക്കാന്നേ. ഗൂഗിൾ പേന്റെ സ്കാൻ. എന്താ നിങ്ങൾ വൈകണേന്ന് വരാൻ? പൂക്കളൊക്കെ എന്തായി? കഴിഞ്ഞു എത്ര പെട്ടെന്നാ? നീ എന്താ വൈകിയത്? കാര്യങ്ങളില്ലേ അടുത്ത് അങ്ങനെ പോരാൻ പറ്റുമോ? ഇവിടെ ഇല്ലടി കാര്യം ആയിട്ടുണ്ടേ. കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ദിവസമായിട്ട് തുടങ്ങണ്ട.
എന്താ പൂക്കളൊക്കെ സൂപ്പറാണല്ലോ. കേരടി ആ ഒരു കാഞ്ചി ഒരു എല്ലാരും കൂടെ നോക്കിക്കോ. അല്ല എവിടെ അളിയന്മാരൊക്കെ ഇവിടെ എല്ലാരും പറയലുണ്ട്. പറയില്ല. ശരി. അപ്പൊ ഹാപ്പി ഓണം എല്ലാവർക്കും. ശരി, happy ഓണം. കുറച്ചുകൂടി വലുതാക്കായിരുന്നു കളം. ഇരുന്ന് ചെയ്തോ ഞാൻ ചെയ്തോളാം. ചെയ്തോ, വലിയ പണിയാണല്ലോ. കഴിക്കും വന്നല്ലോ വന്നല്ലോ അളിയൻ വന്നല്ലോ എന്റെ പൊന്നളിയാ ഒന്നും പറയണ്ട. കൊല്ലം സ്റ്റേഷനിൽ വന്നപ്പോ ഉണ്ടല്ലോ ട്രെയിന് പോയി. അളിയന്മാര് കാത്തു നിൽക്കണമാതിരി ട്രെയിൻ കാത്തു നിൽക്കോ വണ്ടിക്കാരന്റെ. പിന്നെ അവിടുന്ന് KSRTC കയറിയിട്ട് നേരെ KSRTC കിട്ടിയത് എവിടെ? കൊല്ലം കായംകുളം, പിന്നെ ആലപ്പുഴ, പിന്നെ ചേർത്തല. അങ്ങനെ 3-4 വണ്ടി കയറി ഇറങ്ങി. ഇപ്പൊ ചേർത്തല പിന്നെ ടാക്സി പിടിച്ച് പോകും. ഞങ്ങളെ കാത്തേക്കാൻ ഞങ്ങള് 3-ാമത്തെ റൗണ്ടായി. ഇരിക്കൊന്നുമില്ല, ഇരിക്കുന്ന കാര്യമില്ല. ആ ബഹുമാനം കൊണ്ടാണ് ഇരിക്കാത്തത്. എന്നാ പിന്നെ ഇരിക്കണ്ട. ഇയാൾ എന്തുവാണ് ഈ പറയുന്നത്? എനിക്കിവിടെ ഒരുത്തനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ബഹുമാനിക്കും ഞാൻ. സൂതാളിനെ ബഹുമാനിക്കും, സത്യകളിനെ ബഹുമാനിക്കും, പിന്നെ ഉണ്ണിയളിന്റെ ചെറിയ കളി. അല്ലാതെ കണ്ണിക്കണ്ട വല്ലാണ്ടൊന്നും വന്നു കയറിയാണെന്നും ബഹുമാനിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ ഇരുത്താൻ നോക്കല്ലേ. നല്ലൊരു ദിവസമായിട്ട് അവിടെ കുറ്റബോധം കൊണ്ടാണേ. കുറ്റബോധം ഉണ്ടാവില്ലോ. ചെയ്ത് തെറ്റ് നമുക്കറിയാലോ. കുറ്റബോധം. എന്താ കുറ്റബോധം പറയാൻ? നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വല്ല വന്ന് കട്ട അനാവശ്യം പറയണ്ട. ഇവ എന്താ ഒരുമാതിരി കൊലക്കല വർത്തമാനം. ഞാൻ പറഞ്ഞ ഒരു നല്ല ദിവസമായിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മ, ഞങ്ങളുടെ അമ്മ ഉണ്ടല്ലോ, വയസ്സുകാലത്ത് വയ്യാണ്ട കിടക്കണ സമയത്ത് നമ്മുടെ സീതളിന്റെ ഭാര്യ സുലുവിന്റെ അടുത്തായിരുന്നു നിന്നിരുന്നത്. അവളാണ് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു അർജന്റ് കാര്യം വന്നപ്പോ ശീതളം വിളിച്ചിട്ട് അവളങ്ങോട്ട് അവളുടെ വീട്ടിൽ പോയപ്പോ നമ്മുടെ അടുത്ത് നിന്നത് ഭാര്യയുടെ കൂടെ നിൽക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ പറയട്ടെ. അപ്പൊ അവന്റെ ഭാര്യ കൊണ്ട് പോയപ്പോ പിന്നെ എന്റെ അമ്മന്റെ അടുത്ത് നിന്നത് ഇവന്റെ ഭാര്യയാണ്. അവ വന്ന് നിൽക്കുന്ന സമയത്താണ് പാവം എന്റെ അമ്മ മരിച്ചു പോയത്. അപ്പൊ അമ്മ പോയ സമയത്ത് അമ്മന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കമ്മലൊക്കെ ഇവന്റെ ഭാര്യ മേടിച്ചു കൊടുത്തു. ആ സമയത്ത് ഇവനും ഭാര്യയും വന്ന സമയത്ത് അതുവരെ നോക്കിയ എനിക്ക് തരാണ്ട് ലാസ്റ്റ് 2 ദിവസം നോക്കിയ ഇവന്റെ ഭാര്യ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുള്ള ഉടക്കുണ്ടായതാണ്. എന്റെ ഭാര്യക്ക് അമ്മ കൊടുത്താണ് അമ്മയുടെ അവസാന ആഗ്രഹം. കൈയും കാലും പൊന്താത്ത അമ്മ എങ്ങനെ എടുത്തു കൊടുക്കണം? അമ്മയുടെ നാക്കിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു കട്ടെടുക്കാൻ പറ്റാത്ത നീ മിണ്ടാണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാ. ഇപ്പൊ മൊയ്തു ഖാന്റെ ഉമ്മ മരിക്കാൻ കിടക്കാന്ന് വിചാരിക്കും. ഉമ്മ മരിക്കാൻ കിടക്കും. ഉമ്മ മരിച്ചല്ലോ, മയ്യത്തായല്ലോ 2 കൊല്ലം. ആയിക്കോട്ടെ. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഉമ്മ മയ്യത്താവുമ്പോഴോ? ഇല്ല, ഞാനന്ന് കാസർഗോഡില്ല. ഞാൻ വരുമ്പോഴേക്ക് അവരടക്കം കഴിഞ്ഞുവല്ലോ. പോയില്ലേ? അപ്പൊ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ ഊരി എടുക്കാറുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ എടുത്തല്ലോ ഉമ്മേന്റെ മേലുള്ളൊക്കെ. ഭാഗ്യവാൻ. എന്നോട് എന്താ പറയാറ്? ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ഓണായിട്ട് ഒരു അക്ഷരം ഇനി ആരും മുണ്ടിപ്പോരുത്. ഞാൻ മിണ്ടല്ലേ? ഞാൻ നിർത്തി. മഹമ്മദ് എന്താ നേരത്തെ പറഞ്ഞു? ഏറ്റവും ബഹുമാനം സുഗതളി തന്നെയാണെന്ന് പറഞ്ഞില്ലേ? അളിയൻ അവിടെ ഇരിക്കും. അളിയൻ പറഞ്ഞാ ഇരിക്കും. അളിയൻ പറഞ്ഞാൽ ഞാൻ പിടിക്കും. അളിയൻ പറഞ്ഞാൽ ഞാൻ കുടിക്കും. പക്ഷെ ഈ തെണ്ടി ഇനി കണ്ടില്ല. അടിപൊളി. ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ വലിയൊരു ചെറിയൊരു ആര് പറഞ്ഞാലും ഞാൻ കേൾക്കും. സമാധാനം വേണം. സത്യട്ടാ, അപ്പൊ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആയി. ഓണം ആഘോഷിക്കുകയാണ്. ഒരു സെക്കൻഡും കൊടുത്താൽ ചുമ്മാ അത് വേണ്ട. തല്ലിന്നുള്ള പേര് നമുക്ക് സദ്യയുടെ കാര്യം നോക്കാം. അതെ, ഇവിടെ എന്താ അടിച്ചു തീർത്ത് ഞങ്ങൾ സദ്യ ആസ്വദിക്കട്ടെ. നീ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചോ, ഞങ്ങൾക്ക് പണിയെടുക്കാല. നീ എന്തായാലും പണിയെടുക്കൂല. നീ ഇവിടെ ഇരുന്നാ ഇതേ ഇതൊക്കെ ഒന്ന് ശരിയാക്കും. പൂക്കളം നോക്കി പണിയാ. നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ? അങ്ങനെയല്ല, വലുതാക്കണമെന്നല്ലേ പറഞ്ഞത്. പൂക്കളം ആദ്യം പിന്നെ വലുതാക്കിക്കോളാം. സദ്യ ഉണ്ടാക്കാം നമുക്ക് ഒരുമിച്ച്. നിങ്ങൾ സദ്യ ഉണ്ടാക്കാം. എന്തൊരു വക പാടത്. എന്നാ നീ ഇവിടെ
എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. പോവാ എടുത്തി വന്നേ ഇവള് വെറുതെ പണി മുടക്കാണ്ട. ഇല്ല സദ്യ ഉണ്ടാക്കൂല ശരി. അടുത്ത ഓണത്തിന്റെ മുമ്പ് ഈ അമ്മാവന്റെയും മരുവന്റെയും കല്യാണം നമുക്ക് നടത്താം. നല്ല 2 പിള്ളേരുണ്ട് ഒരു വീട്ടിൽ, ചേച്ചി അനിയത്തി. അമ്മാവനും മരുവനും കെട്ടാൻ ഒരു വീട്ടിലെ ചേച്ചി അനിയത്തിയോ? അതിന് നോക്കി ലാഭം ഒക്കെ ലാഭത്തിന്റെ കളിയാണേ. അളിയന്റെ ഞാൻ മിണ്ടുന്നില്ല. ഒരെണ്ണം കഴിച്ചില്ല, ഒരെണ്ണം കൂടി കഴിക്കും. വെള്ളം ഒഴിച്ചില്ലടാ പോയി. അല്ലേ ഇതെന്താ അറിയോ, എനിക്ക് വേണ്ട കാരണം എന്താ അറിയോ, എനിക്ക് വേണ്ട. സന്തോഷത്തിന് കുറേശ്ശെ കഴിക്കാൻ പാടും, അതാണ് കുറേശ്ശെ കഴിക്കാൻ പാടുള്ളൂ. അതെ ഉണ്ണി, എന്താ നീ ഇവിടെ ചെയ്യണ? നീ എന്താ ഇവിടെ ചെയ്യണേ? ഞാനെന്താ ഒന്നുണ്ടല്ലോ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ചോറ് വെക്കാൻ അരിയില്ല. ഒരു നല്ല ദിവസമായിട്ട് അരിയില്ല. അരി ഇല്ലല്ലോ. നീ എത്ര ദിവസമാണ് അതൊന്നും തുറന്നു നോക്കിയിട്ട്? അത് മുഴുവൻ ഉച്ച വന്നിരിക്കുക അരി. ചെറിയ ഉച്ച കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അരി നമ്മൾ കഴുകുമല്ലോ. അല്ല അരി മേടിക്കണം. അതൊരു 2 പ്രാവശ്യം കൂടെ കൂടുതൽ കഴിയാൻ മതി. അരി ഭയങ്കര മോശമായിട്ട് ഇരിക്കണം, വയറ് ചീത്തയാവും. അരി വേണം. പോയി മേടിച്ചിട്ട് വാ. മഴത്തരം പറഞ്ഞടാ. എടാ ഞാനൊക്കെ ഈ വീട്ടിൽ വന്ന് പെണ്ണെടുത്ത ആളുകളല്ലേ, ഞങ്ങളാണ് പറഞ്ഞു വിടേണ്ടത്. ആ ഒരു ഞാൻ പറഞ്ഞു ഇതിലാവട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ പോണോ അരി മേടിക്കാൻ? അല്ല ഇനിയിപ്പൊ അരി മേടിക്കാൻ കൂടെ ഞാൻ പോണം. വേണ്ട ഇവിടെ മേടിക്കാം. ഒരു ലേശം ഭക്ഷണം ഉണ്ടാക്കാനാണ് ഇത്ര പണി. അയ്യോ എന്തൊരു എളുപ്പം നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് സദ്യ ആവല്ലേ. എന്താ സദ്യ? അതൊന്നും ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഒരു പണിയില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ പോ. ആർക്ക് പറ്റും? ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഉണ്ടാക്കി കാണിക്കെങ്കില്. അതെ ഉറപ്പായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. വെറുതെ ജയിക്കാൻ വേണ്ടി ഓരോന്ന് പറയാ. ജയിക്കാനല്ല. ഞാൻ പായസം ഒരു കാര്യം ചെയ്യും, ഭക്ഷണം എല്ലാരും കൂടെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾ ഏട്ടന്റെ വീട്ടിലേക്ക് പോക്കോ. ഓണാണ് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്യുന്ന പണി ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന വലിയ പൊടിമാല ബിരിയാണി ഇത് വേണ്ട. പെരുന്നാളത് റെഡിയാണ്. പായസം ഞാൻ നോക്ക്, എല്ലാ അളിയന്മാരും അനിയന്മാരും പറഞ്ഞു കേട്ടല്ലോ. അവര് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് വാക്കില്ല. നീ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പോയിരിക്കും. സദ്യ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കും. അപ്പൊ ഇയാളുടെ മുമ്പിൽ വന്നിരുന്നാ മതി. അല്ലേ? ബുദ്ധിമുട്ടില്ലേ, വന്ന് തിന്ന് തന്നാ മതി. പായസം അല്ലയാ, പായസത്തിന് എണ്ണം കുറയും. 7 കൂട്ടം കറി പോരെ? 1 2 3 4 എന്താ ഈ കാറ്റ്? അവിടെ ഇരിക്കടാ. അതെ 6 തരം ഉണ്ടാവുള്ളൂ കേട്ടോ, 1 തരം ഉണ്ടാവില്ല. ഒരാളെ ഇല എടുക്കാൻ വേണല്ലോ. എടുത്തോളൂ. നിങ്ങളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ പോണത്. എന്റെ വാക്കിന് ഉറപ്പില്ലേ? ഇല്ല. നീ ഇന്ന് ആടാണല്ലോ നീ. ഇല്ല. നീ അനങ്ങാതെ കിടന്നീ. എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണത്, ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാണ്. സത്യ ആവുമ്പോ സുഖമായിട്ട് വിളിക്കുമ്പോ ഞങ്ങള് വരും. എന്തിനാന്ന് വേടത്തെ അമ്മേ, നല്ലൊരു വിഷു ദിവസം ഇങ്ങനെ കുഴപ്പാക്കുന്നു. ഓണമാണ്. ഓണമാണ് അതുപോലെ അറിഞ്ഞോളി പൊട്ടന്. അത് അവനിനി കൊടുക്കണ്ടാ. ഞാൻ പോവാണ്. അവനെ കൊടുക്കണ്ടാട്ടോ. എല്ലാ വലിയ വീട്ടിലും കാണും ഇതുപോലെ കണ്ണ്. ഒറ്റ കാര്യം ഇങ്ങോട്ട് നോക്ക്, ഇനി എന്ത് വന്നാലും സത്യന് കൊടുക്കരുത്. ഭക്ഷണം പാകം ചെയ്യാനുള്ള ആളാണ്. എല്ലാവരും ഉണ്ട് കൂടെ. എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാം മേൽനോട്ടം